കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും എത്രയും വേഗം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ജില്ലകളിൽ നിന്നുമുള്ള പ്രോഗ്രാം മാനേജർമാരുടെ ശ്രദ്ധയ്ക്ക് കുട്ടികളെ എത്രയും വേഗം ഓഡിറ്റോറിയത്തിൽ എത്തിക്കേണ്ടതാണ്. Welcome to the International Summit on Zero Waste Management. Our program will begin soon. All are requested to assemble at the main auditorium. Our slogan, make, use and recycle. Let's have an eye-open on zero waste management. ജില്ലാ പ്രോഗ്രാം മാനേജർമാരെ ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികളെയും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് ഈ മെയിൻ വേദിയിലേക്ക് എത്തിക്കേണ്ടതാണ്. സ്റ്റോളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതും എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മെയിൻ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഒഫീഷ്യൽസ് അടക്കം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മെയിൻ വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇതെങ്ങനെ വായിക്കും? അതൊരു കാര്യം ഇത് വെക്കാം. ഞാൻ മറ്റേ പ്രിന്റ് ഡബിൾ പ്രിന്റ് ഒരു അത് കൊടുക്കണം. കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും എത്രയും വേഗം മെയിൻ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ജില്ലകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്റ്റോൾ അറേഞ്ച്മെൻറ്റിന് പ്രത്യേക സമയം അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സ്റ്റോൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നിർത്തിവെച്ച് എത്രയും പെട്ടെന്ന് കുട്ടികളുമായി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്.
കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടന സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാ വിശിഷ്ടാതിഥികളും എത്തിച്ചേർന്നിരിക്കുന്നു. ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഉടൻ തന്നെ ഓഡിറ്റോറിയത്തിനകത്ത് കടന്നിരിക്കേണ്ടതാണ്. ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള പ്രോഗ്രാം മാനേജർമാരുടെ ശ്രദ്ധയ്ക്ക് ജില്ലകളിൽ നിന്നും വന്ന എല്ലാ അംഗങ്ങളെയും എല്ലാ പ്രവർത്തകരെയും എത്രയും വേഗം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കേണ്ടതാണ്. Welcome to International Summit on Zero Waste Management. Our program will begin soon. All are requested to assemble at the main auditorium. ബാലസഭ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവറുകളാണ്. എല്ലാ വിശിഷ്ടാതിഥികളും എത്തിച്ചേർന്നിരിക്കുന്നു. ഓഡിറ്റോറിയത്തിന് പുറത്തു നിൽക്കുന്ന എല്ലാവരും എത്രയും വേഗം ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള പ്രോഗ്രാം കോർഡിനേറ്റർമാരുടെ ശ്രദ്ധയ്ക്ക് ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും എത്രയും വേഗം ഓഡിറ്റോറിയത്തിൽ എത്തിക്കേണ്ടതാണ്. Welcome to the International Summit on Zero Waste Management. Our program will begin soon. All are requested to assemble at the main auditorium. Welcome to the International Summit on Zero Waste Management. Our program will begin soon. Our slogan, make, use and recycle. Let's have an eye open on zero waste management. Waste note, want note. Reduce, reuse, recycle. It is not just a slogan, it's a way of life. Save Earth by reusing and recycling waste. The earth is not a bin. Don't throw your waste within. A clean city starts with a proper waste disposal. Welcome to the International Summit on Zero Waste Management. Our program will begin soon.
വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഉദ്ഘാടന നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹത്തെ ഇത്രയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയായ കേരളം ലോകത്തിന് നൽകിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലസഭകൾ. കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കുടുംബശ്രീ രൂപീകരിച്ചിട്ടുള്ള കുട്ടികളുടെ അയൽക്കൂട്ടമാണ് ബാലസഭ. തലമുറകളിൽ നിന്നും തലമുറകളിലേക്കുള്ള ദാരിദ്ര്യ വ്യാപനം തടയുക, വിനോദങ്ങളിലൂടെയുള്ള വിജ്ഞാന സമ്പാദനം, സംഘബോധം, നേതൃത്വശേഷി, സഹകരണ മനോഭാവം, അവകാശ അധിഷ്ഠിത പ്രവർത്തനങ്ങളിലൂടെയുള്ള ജനാധിപത്യ ബോധം, സർഗശേഷി, വ്യക്തിവികാസം, പരിസ്ഥിതി ബോധം തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ബാലസഭകളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പരിഗണനാ ലക്ഷ്യങ്ങളിലൊന്നായ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ 3,90,000 ബാലസഭാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2024 ഏപ്രിൽ മുതൽ ശുചിത്വോത്സവം 2.0 ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ്. ശുചിത്വോത്സവം 2.0യുടെ സമാപന പരിപാടികളുടെ ഭാഗമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പരിപാടിയാണ് കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി. ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയുമായി നടത്തുന്ന പരിപാടിയിലേക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വന്നെത്തിയ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യം കുടുംബശ്രീയുടെ മുദ്രഗീതം. ഏവർക്കും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ മുദ്രഗീതം ആസ്വദിക്കാവുന്നതാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കേരളത്തിലെ ജനത ഏറ്റെടുത്ത വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിയിൽ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കുടുംബശ്രീ CDS2ന്റെ ചെയർപേഴ്സൺ ശ്രീമതി വിനീത CA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞയിൽ പങ്കാളികളാകാം. We request all to stand from their seats. പ്രതിജ്ഞ. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന
കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ലോകത്ത് തന്നെ ഏറ്റവും ആദ്യമായി കുട്ടികൾ തന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പ്രാദേശികമായി പഠനം നടത്തി പ്രബന്ധങ്ങൾ തയ്യാറാക്കി വലിയ ഒരു പ്രക്രിയയിലൂടെയാണ് കുടുംബശ്രീ ബാലസഭ കൂട്ടുകാർ ഇന്നത്തെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മുഴുവൻ പേരെയും ഉച്ചകോടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗത ഭാഷണത്തിനായി ആദരണീയനായ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ IAS-നെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ഇന്നത്തെ ഈ അന്താരാഷ്ട്ര ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളെ, പ്രിയമുള്ളവരെ, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ 3.9 ലക്ഷം ബാലസഭാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2024 ഏപ്രിൽ മുതൽ ശുചിത്വോത്സവം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയിലാണ് ഇന്നിവിടെ ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടി നടത്തുകയും ചെയ്യുന്നത്. ഇന്നിവിടെ 80ഓളം പ്രബന്ധങ്ങളാണ്, കുട്ടികൾ തയ്യാറാക്കിയ പ്രബന്ധങ്ങളാണ് ഇന്നും നാളെയുമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മളതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റിലേക്ക് ഇതുവരെയും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അതിന് ഇനി തീർച്ചയായിട്ടും നമുക്ക് തിരുത്തെളിയിക്കേണ്ടത് നമ്മുടെ ഭാവി കുരുന്നുകളായ കുട്ടികളാണ്. അത് മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ, അവരുടെ ആശയങ്ങൾ കൂടി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ 80 ടീമുകളും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ ചുറ്റുപാടുകളെ നോക്കിക്കണ്ട് എന്തൊക്കെ ശുചിത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും അതിനെന്ത് നടപടികളാണ് എടുക്കേണ്ടതെന്നും കൃത്യമായ പേപ്പേഴ്സ് തയ്യാറാക്കി പ്രസൻറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് അതേപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു 90% പ്രശ്നങ്ങളും ശുചിത്വ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അത്തരം രൂപത്തിലാണ് കുട്ടികൾ ആ പേപ്പറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു വിദഗ്ധ ടീം അത് കുടുംബശ്രീയുടെ ഒരു റിസോഴ്സ് ടീം അത് പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ വിശദമായി സംസാരിക്കുന്നില്ല. നമുക്ക് ഈ വേദി തന്നെ 2 ദിവസം നമ്മൾ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരാണ് അവരുടെ പ്രബന്ധങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് സാറാണ്. അഡ്വക്കേറ്റ് VK പ്രശാന്ത് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി ഉദ്ഘാടനവും സ്വാതന്ത്ര്യ വളണ്ടിയർ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ്. ശ്രീ ശിവൻകുട്ടി സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. കീനോട്ട് അഡ്രസ് ബൈ കുമാരി ലിസി പ്രിയ കാങ്ജു, Indian climate activist and winner of World Children's Peace Award. She is from Manipur. It is with a great privilege I welcome Kumari Lindsay Priya, the inspiring climate activist. We are confident that Lindsay Priya's participation will inspire the children and all of us to take greater responsibility in making Kerala a zero waste state. Welcome, ma'am. ഇന്നിവിടെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത്
മുഖ്യപ്രഭാഷണം നടത്തുന്ന കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ്. ബഹുമാനപ്പെട്ട MLA കഴക്കൂട്ടം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ അവർകളാണ്. ശ്രീ സുരേഷ് കുമാർ അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് കൗൺസിലർ ഡോക്ടർ റീന KS അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻകുമാർ CEO ആൻഡ് ഡയറക്ടർ ഓഫ് പിയർലെസ് ബയോടെക് ലിമിറ്റഡ് ശ്രീ മോഹൻകുമാർ അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി വിനീത CDS ചെയർപേഴ്സൺ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീമതി വിനീത അവർകളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We have another special guest for delivering our specialization speech, Dr. Sri Chandrasekhara NM, Head Program Implementation Unit South, Balresha Bharat. Welcome, sir. ശ്രീ ശിവകുമാർ സെക്രട്ടറി നാദം ഫൗണ്ടേഷൻ ശ്രീ ശിവകുമാർ അവർകളെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We have representatives from ഉദയം ലേണിംഗ് ഫൗണ്ടേഷൻ. ഉദയം ലേണിംഗ് ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We have representation from Save the Children also. Save the Children ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെയും CDS ചെയർപേഴ്സൺമാർ, ജനപ്രതിനിധികൾ, one more special guest is Ridhima Pandey from Lucknow. One environmental activities there. Ridhima Pandey. വെൽക്കം മാഡം. CDS ചെയർപേഴ്സൺ, ജനപ്രതിനിധികൾ, ശുചിത്വ മിഷൻ്റെ ഭാരവാഹികൾ, റിസോഴ്സ് ടീം, മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരെയും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കാനായി ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത് അവർകളെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുടുംബശ്രീയുടെ ബാലസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ശുചിത്വ ഉച്ചകോടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കളെ, ശുചിത്വം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ശീലമാണ്. അത് വളർന്നു വരുന്ന തലമുറകളെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടെയൊന്നും മാലിന്യം വലിച്ചെറിയുന്ന ഒരു രീതി ഒരിടത്തും കാണാൻ കഴിയില്ല എന്ന്. ഈ അടുത്ത സമയത്ത് ജപ്പാനിൽ ഒരു ഫുട്ബോൾ മത്സരം കഴിഞ്ഞതിന് ശേഷം കളി ആസ്വദിച്ചുകൊണ്ടിരുന്ന കാണികൾ തന്നെ ഗ്രൗണ്ട് വൃത്തിയാക്കി മടങ്ങിപ്പോകുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടും എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ളൊരു വലിയ പ്രവർത്തന പരിപാടിയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. നേരത്തെ ഈ നഗരത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഗ്രീൻ ആർമി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് കുട്ടികളെ ആകമാനം ഇത്തരമൊരു അവബോധത്തിലേക്ക് എത്തിക്കാനുള്ളൊരു പരിശ്രമം നടത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മുതിർന്നവർ കാണിക്കുന്ന തെറ്റുകൾ വളർന്നു വരുന്ന തലമുറയിലൂടെ തിരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും മാലിന്യമുക്തമായിട്ടുള്ള ഒരു നല്ല കേരളത്തെ സൃഷ്ടിക്കാൻ കുടുംബശ്രീയുടെ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ലക്ഷക്കണക്കിന് അംഗങ്ങൾ ഉള്ള ഒരു സംഘടനയാണ് കുടുംബശ്രീ.
അതിൻ്റെ ബാലസഭകളിലൂടെ ഈ ഒരു ലക്ഷ്യം മുന്നോട്ട് നയിക്കാനാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ ഇന്നത്തെ കുട്ടികൾ നാളത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. കേരള സർക്കാർ വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാ കുട്ടികൾക്കും നൽകുന്നത് ഏറ്റവും മികച്ച പിന്തുണയാണ്. കുടുംബശ്രീ ബാലസഭ സർക്കാരിൻ്റെ സംവിധാനമായി പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ്. ബാലസഭാ അംഗങ്ങളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ ഉദ്ഘാടനം നടത്തി സംസാരിക്കുന്നതിനായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ഏറ്റവും ആദരണീയനായ ശ്രീ വി ശിവൻകുട്ടി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, കുടുംബശ്രീയുടെ ഒരു വിപ്ലവകരമായ സംരംഭമായ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലെ ഈ മഹത്തായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്നത് വളരെ അധികം അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും കേരളത്തിൻ്റെ സാമൂഹിക വികസനത്തിന് സമാനതകളില്ലാത്ത സംഭാവന നൽകുന്നതിലും നൂറ്റാണ്ടിലേറെ നീണ്ട കുടുംബശ്രീയുടെ ശ്രദ്ധേയമായ യാത്രയുടെ തിളക്കമാകുന്ന സാക്ഷ്യമായി ഈ ഉച്ചകോടി നിലകൊള്ളുന്നു. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ മാലിന്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ധീരമായ ചുവടുവയ്പ്പാണിത്. അതിൻ്റെ കാതലായി മാലിന്യ സംസ്കരണത്തിൻ്റെ എക്കാലത്തെയും പ്രശ്നം പരിഹരിക്കാനും വരും തലമുറയ്ക്ക് സുസ്ഥിരമായ ഭാവി വളർത്തിയെടുക്കുവാനും ഈ പ്രസ്ഥാനം ലക്ഷ്യമിടുന്നു. 2023 ഏപ്രിലിൽ ആരംഭിച്ച ശുചിത്വോത്സവം ക്യാമ്പയിൻ അടിത്തട്ടിലുള്ള സംരംഭങ്ങൾക്ക് എങ്ങനെ പരിവർത്തനാത്മകമാകാമെന്നതിൻ്റെ പ്രചോദനാത്മകമായ ഉദാഹരണമാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള 28,387 ബാലസഭകളിലായി 3,90,000 കുട്ടികളുടെ കൗൺസിൽ അംഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഈ സംരംഭം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. സമൂഹ പങ്കാളിത്തം, നവീകരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ക്യാമ്പയിൻ്റെ പര്യവസാനമാണ് കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയും വെല്ലുവിളികളെ നേരിടുന്നതിൽ യുവമനസ്സുകളെ പ്രചോദിപ്പിക്കുക എന്നതാണ് ഈ ഉച്ചകോടിയുടെ പ്രഥമ ലക്ഷ്യം. പ്രബന്ധാവതരണങ്ങൾ, പ്ലീനറി, സമാന്തര സെഷനുകൾ, അന്താരാഷ്ട്ര പ്രതിനിധികളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ വിലമതിക്കാനാവാത്ത ഉൾക്കാഴ്ചകൾ നേടുകയും അവരുടെ വിമർശനാത്മക ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും സമൂഹത്തിന് സജീവമായി സംഭാവന നൽകുകയും ചെയ്യുന്നു. സംസ്ഥാനത്തുടനീളമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 750 കുട്ടികൾ ഇന്ന് അവരുടെ നൂതന ആശയങ്ങളും ഗവേഷണങ്ങളും പങ്കിടുവാൻ ഇവിടെ ഉണ്ട്. ഈ യുവ പരിസ്ഥിതി പ്രവർത്തകർ സൂക്ഷ്മമായി തയ്യാറാക്കിയ 80 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ സമർപ്പണം, സർഗാത്മകത, യഥാർത്ഥ ലോക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്നിവയെക്കുറിച്ചും എടുത്തു പറയുന്നു. മാലിന്യ ഭീഷണികൾ, വിഭവ ദൗർബല്യം മുതൽ വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം വരെയുള്ള അവരുടെ വിഷയങ്ങൾ അവരുടെ തീക്ഷ്ണമായ അവബോധത്തിൻ്റെയും വിശകലന ശേഷിയും പ്രതിഫലിപ്പിക്കുന്നു. ഈ ഉച്ചകോടി ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ്. ഔപചാരിക വിദ്യാഭ്യാസമായ പ്രവർത്തനാധിഷ്ഠിത പഠനം സംയോജിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതി ബോധമുള്ളവരായി മാത്രമല്ല സുസ്ഥിര വികസന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സജ്ജമായ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുകയാണ്. ഈ ഉച്ചകോടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഉൾക്കാഴ്ചയുള്ള പ്രബന്ധങ്ങളും ആശയങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഈ കുട്ടികളുടെ ശബ്ദങ്ങൾ കേൾക്കുകയും അവയുടെ പരിഹാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. പ്രബന്ധ അവതരണത്തിലെ മികച്ച 5 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ, സർട്ടിഫിക്കറ്റുകൾ, മൊമെൻറ്റോകൾ എന്നിവ നൽകി അംഗീകരിക്കപ്പെടുമെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ ലക്ഷ്യത്തിനായുള്ള അവരുടെ മഹത്തായ സംഭാവനകളെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. മലിനീകരണത്തിൻ്റെയും സാമൂഹിക പുരോഗതിയുടെയും വെല്ലുവിളികളെ നേരിടുന്നതിൽ അചഞ്ചലമായ പ്രതിബദ്ധതയുള്ള ബാലസഭയിലെ യുവ അംഗങ്ങൾ തീർച്ചയായും സമൂഹ പ്രവർത്തനത്തിലുള്ള ഒരു ആഗോള മാതൃകയാണ്. അവർ ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിന് വളരെയധികം അഭിമാനത്തിൻ്റെ ഉറവിടവുമാണ്. ഈ ഉച്ചകോടിയിൽ വിജയത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ കുടുംബശ്രീ അതിൻ്റെ മഹത്തായ തൊപ്പിയിൽ വീണ്ടും ഒരു പൊൻതൂവൽ കൂടി ചേർത്തിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ നേതൃത്വം വഹിക്കുവാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്നതിലൂടെ കുടുംബശ്രീ സമൂഹങ്ങളെ പരിവർത്തനം ചെയ്യുക മാത്രമല്ല, കൂടുതൽ ശോഭനവും സുസ്ഥിരമായ ഒരു ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ, ആശംസകൾ നേരുന്നു. നിങ്ങളുടെ സൃഷ്ടിപരമായ ശ്രമങ്ങൾ, ദൃഢനിശ്ചയം, ടീം വർക്ക് എന്നിവ
നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നു. സംഘാടകർ അടക്കം ഈ ഉച്ചകോടിയുടെ വിജയത്തിൽ സംഭാവന നൽകിയ എല്ലാവർക്കും എൻ്റെ അഗാധമായ നന്ദി അഭിനന്ദനവും അറിയിക്കുന്നു. മാലിന്യരഹിതവും സമ്പന്നവുമായ ഒരു കേരളത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉച്ചകോടി സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കുടുംബശ്രീയുടെ ആരോഗ്യ മേഖലയിലെ മികച്ച ഇടപെടലാണ് സാന്ത്വനം K4Care വോളണ്ടിയർമാർ. കുടുംബശ്രീ ഫുഡ്, ന്യൂട്രീഷൻ, ഹെൽത്ത്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രശസ്ത സന്നദ്ധ സംഘടനയായ നാദം ഫൗണ്ടേഷനുമായി ചേർന്നുള്ള പ്രവർത്തനം നടന്നുവരുന്നു. നാദം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത് സാന്ത്വനം K4Care വോളണ്ടിയർമാർക്ക് നൽകുന്ന ആരോഗ്യ പരിശോധന ഉപകരണങ്ങളുടെ വിതരണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ഗായത്രി, ബിന്ദു, അപർണ, സാജിറത്ത് എന്നീ സാന്ത്വനം വോളണ്ടിയർമാരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപകരണങ്ങൾ കൈപ്പറ്റുന്നതിനായി K4Care വോളണ്ടിയർമാരായ അൽ അറഫ, ബിന്ദു എന്നിവരെയും ക്ഷണിക്കുന്നു. ശുചിത്വോത്സവം 2.0 2024 ഏപ്രിൽ മുതൽ ആരംഭിച്ച പ്രവർത്തനമാണ്. ഓരോ ജില്ലയിലും കുട്ടികൾക്കായി വിവിധ തലങ്ങളിൽ മത്സരങ്ങൾ നടത്തി ജില്ലാതലത്തിൽ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഘട്ടം ഘട്ടമായുള്ള പരിശീലനം നൽകിയാണ് ശുചിത്വ ഉച്ചകോടിയിലേക്കുള്ള പ്രബന്ധങ്ങൾ കുട്ടികൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾ തയ്യാറാക്കിയ പ്രബന്ധങ്ങളുടെ സംഗ്രഹ റിപ്പോർട്ട് പ്രകാശനമാണ് അടുത്തതായി നടക്കുന്നത്. മലയാളത്തിൽ തയ്യാറാക്കിയ പ്രബന്ധ സംഗ്രഹം പ്രകാശനം നിർവഹിക്കുന്നതിന് കഴക്കൂട്ടത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റുവാങ്ങുന്നതിനായി സിറ്റി കോർപ്പറേഷനുകളിൽ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏറ്റുവാങ്ങുന്നതിനായി കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകി വരുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D. സുരേഷ് കുമാർ അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പ്രബന്ധ സംഗ്രഹം പ്രകാശനം നിർവഹിക്കുന്നതിന് ചൈൽഡ് എൻവയറൺമെൻറ്റ് ആക്ടിവിസ്റ്റ് റിതിമ പാണ്ഡെ അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി തിരുവനന്തപുരം MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Requesting Ridhima Pandey to receive the book from the MLA. കുടുംബശ്രീ മിഷൻ കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന കുട്ടികളുടെ മാതൃകയായ ഇന്ത്യൻ ബാല പരിസ്ഥിതി കാലാവസ്ഥാ പ്രവർത്തക, വേൾഡ് ചിൽഡ്രൻ പീസ് അവാർഡ് ജേതാവ്, കേരളത്തിൻ്റെ പ്രളയഘട്ടത്തിൽ സ്വന്തം വരുമാനത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന ചെയ്ത സന്മനസ്സിനുടമയായ കുമാരി ലിസി പ്രിയ കാങ്ചുമിനെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കേരളം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീയെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാലസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അല്പം നേരത്തെ ഞാൻ പ്രകാശനം ചെയ്ത ഏതാണ്ട് 86 കുട്ടികൾ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. മികവുറ്റ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണത്തിനും വികസനത്തിനുമെല്ലാം സഹായകരമാകുന്ന തരത്തിലുള്ള തങ്ങളുടെ ചിന്തകളാണ് ലേഖനത്തിൽ ചാർത്തപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മിടുക്കരായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ലേഖനം എഴുതിയവരെയും അതിനുവേണ്ടി പരിശ്രമിച്ചവരെയും എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. മണിപ്പൂരിൽ നിന്നൊരു കുട്ടി ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയാണ്. ലിസിപ്രിയ കാങ്ജൂം. മണിപ്പൂരിനെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് ചർച്ച ചെയ്യുന്നൊരു സ്ഥലമാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് വംശീയ കലാപം നടക്കുന്നൊരു സ്ഥലമാണ് മണിപ്പൂർ. പക്ഷേ ആ കുട്ടി താമസിക്കുന്നത് ഡൽഹിയിലാണെന്ന് പറഞ്ഞു. അച്ഛൻ ഒഡീഷയിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. അമ്മ ഡൽഹിയിൽ തന്നെ ഹൗസ് വൈഫാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ മണിപ്പൂരിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് ആ കുഞ്ഞിന് വേണ്ടത്ര ധാരണ ഉണ്ടാകാനായിട്ടുള്ള വഴിയില്ല. കേട്ടുകേഴ്വികൾ ധാരാളമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അവിടെ വംശത്തിൻ്റെ പേരിലുള്ള കലാപമാണ് അവിടെ നടക്കുന്നത്. കുട്ടികളാണ് ഏറിയ കൂറും ആക്രമിക്കപ്പെടുന്നത്. അത്തരമൊരു സ്ഥലത്ത് നിന്ന് അവിടെ ജനിച്ച് വളർന്ന് ഇന്ത്യൻ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റായി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഉയർന്നു വന്ന ആ കുഞ്ഞിനെ എല്ലാ വിധത്തിലും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദ്യമായിട്ട് അനുമോദിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുത്ത് ലിസിപ്രിയെ നമുക്ക് നമ്മുടെ ഭാഗമാക്കാം. നമ്മുടെ നാട് പ്രളയ ദുരിതത്തിൽപ്പെട്ടപ്പോൾ 1 ലക്ഷം ഉറുപ്പിക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ച് പ്രളയബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മനസ്സ്, ആകാശത്തോളം വലുതായിട്ടുള്ള മനസ്സാണ് ആ കുട്ടി കാട്ടിയത് എന്നുള്ളത് നമ്മുടെ അഭിനന്ദനങ്ങൾ ഏറെ പിടിച്ചു പറ്റുന്നതിന് ഇടയാക്കുന്നൊരു കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുടുംബശ്രീയെക്കുറിച്ച് ധാരാളമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും കുഞ്ഞുങ്ങളെന്ന് ഞാൻ കരുതുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. ദാരിദ്ര്യം എന്ന് വെച്ചാൽ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നെന്നർത്ഥം. രാവിലെ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ ആഹാരം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വീടുകളിലുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ മഹാഭൂരിപക്ഷം, നല്ലൊരു ശതമാനം വീടുകളിൽ അങ്ങനെയായിരുന്നു. ആ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള സംസ്ഥാനത്തിലെ ഒരു മിഷനായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ. ആ മിഷൻ്റെ ഭാഗമായിട്ട് രൂപമെടുത്തതാണ് കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം. അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയാണ് കുടുംബശ്രീയുടെ ആദ്യത്തെ പ്രൊജക്റ്റ്, ഒരു ചെറിയ പ്രൊജക്റ്റിന് മലപ്പുറം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ച ആളുകളുണ്ട്. കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ച് കുടുംബശ്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ രൂപപ്പെടുത്തിയാൽ സ്ത്രീ ശാക്തീകരണം സാധ്യമാണോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാണോ, ഈ കുടുംബശ്രീക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ച് നെറ്റി ചൊലിച്ച ഒത്തിരി പേരുണ്ട്. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടിയാണ് 25 വർഷത്തിന് ശേഷമുള്ള ഇന്നത്തെ കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമില്ലെന്നുള്ളതാണ്. ആ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞാൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിലെ ചെറിയ സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ദാരിദ്ര്യമുള്ള ഭവനങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചു. കുടുംബശ്രീക്കാരെ വിട്ട് തന്നെയാണ് അന്വേഷിപ്പിച്ചത്. 64,000-ഓളം ഭവനങ്ങൾ ദാരിദ്ര്യമുള്ളതായിട്ട് കണ്ടെത്തി. 64,000 ഭവനങ്ങളുടെയും ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യലാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നു. ഈ വരുന്ന മാസം മുഴുവൻ കുടുംബങ്ങളെ 64,000-ലധികം വരുന്ന ദാരിദ്ര്യമുണ്ടെന്ന് നാം കണ്ടെത്തിയ ഭവനങ്ങളെ ദാരിദ്ര്യം ഇല്ലാതാക്കി മാറ്റുക എന്ന ഗൗരവതരമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഘട്ടമാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നവരാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീ ഐശ്വര്യമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. അത് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഇവിടെ കുഞ്ഞുങ്ങളെ ശുചിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് കുടുംബശ്രീ. നിശ്ചയമായിട്ടും ചൊട്ടയിലെ ശീലം എന്താണ്? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് ചൊല്ല്. ചൊട്ടയിലെ ശീലം ചുടല വരെ.
കുട്ടികളെന്നുള്ള നിലയിൽ ഇന്ന് നാം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ മനസ്സിലുണ്ടാകും. നിങ്ങളിവിടെ ചൊല്ലിയൊരു പ്രതിജ്ഞയുണ്ടല്ലോ, അത് നിങ്ങൾ മാത്രം ചൊല്ലേണ്ട പ്രതിജ്ഞയല്ല, എല്ലാ കുഞ്ഞുങ്ങളെ കൊണ്ടും ചൊല്ലിക്കേണ്ട പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ശുചിത്വ നവകേരളം സാധ്യമാണ്. ഒരു പുതിയ കേരളം, ശുചിത്വപൂർണ്ണമായിട്ടുള്ള കേരളം, അഴുക്കും മാലിന്യങ്ങളും വലിച്ചെറിയാത്തൊരു കേരളം, പ്ലാസ്റ്റിക്കുകൾ ഇടാത്തതായിട്ടുള്ളൊരു കേരളം, അത് നമുക്ക് സാധ്യമാണ്. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ശുചിത്വ ഉച്ചകോടികളിൽ അതിഥികളെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത് അട്ടപ്പാടിയിലെ കുടുംബശ്രീ ബാലഗോത്ര സഭയിലെ കുട്ടികളാണ്. അതുപോലെ അതിഥികൾക്കുള്ള ഉപഹാരം തയ്യാറാക്കിയത് ബഡ് സ്ഥാപനങ്ങളിലെ കുട്ടികളാണ്. ഇരുകൂട്ടരെയും നമുക്ക് നന്നായി അഭിനന്ദിക്കാം. Let's give them a big round of applause for contributing for today's program. Dear all, we have with us today in the Zero Waste Management Summit the role model of children, child environmental activist, World Children's Peace Prize winner and the owner of a big heart, who has donated rupees 1 lakh to the government of Kerala to support victim children of Kerala massive flood in 2018. I wholeheartedly invite Ms. Lissy Priya Kangjum to deliver the keynote address. Kurumjari Namaste. My name is Lissy Priya Kangucham. I am 13 years old Indian climate activist and the founder of the Child Movement. I'm also the special envoy for the President of Timor-Leste. And I'm happy to share with you all that I'm the youngest diplomat in the history of the world to be officially working in a government. You see, it's really emotional for me to be present here today in Kerala. Because my journey, my activism journey, started after the Kerala floods and the cyclones in Odisha in 2018. I donated rupees 1 lakh to the Chief Minister of Kerala with the district relief funds to help the women and children of Kerala in 2018. Because as you all might know, Kerala is a very disaster-prone area. And the floods, as a child, I was really sad to see how the people, how the women and children were suffering in the front lines. So I felt I had to do something. And I did my best from my side. I would also like to thank the Kerala government for organizing, for hosting such a great event, International Children's Summit on the Zero Waste Management. Today, I would like to talk just a few things. In 2022, I started an initiative called Plastic Money Shop. So you see, in Plastic Money Shop, people bring single-use plastic waste from their homes and can take free rice, stationery item, or a plant sapling. So it's kind of like a barter system. It's like in exchange for the single-use plastic waste that the people give, they can take either of these three options, which is 2 kg free rice, plant sapling, or a stationery item. And after collecting all those single-use plastic waste, I again recycle them, upcycle them, you can see it, into school benches, desks, house roof sheets, road tiles, etc. So the mission of this project is to eliminate every single-use plastic from our planet. And also, this initiative of mine, this project of mine, Plastic Money Shop, also stops the single-use plastic waste from reaching the oceans, rivers, seas, landfills, etc.
Such initiative can also be implemented by the government of Kerala, for example, and the local authorities in a large scale. Then imagine the impact that it would have. So, Plastic Money Shop has been appreciated by many people around the world and also has been taken up in many parts of India and many parts of the world. It has also won a lot of awards such as Anthem Award of USA and the Young Eco Hero Award. And also, what I would like to say is that it also teaches people about the harmful effects of plastic on our planet, on our mother nature, on our environment. It raises awareness to the people, to the children, about the global plastic pollution. As you know, it has become such a big problem. So let me ask you one question. Do you guys think plastic is a good product or a bad product? Bad? Yes? I can't hear you. Good or bad? Bad. But let me tell you that plastic is actually a really good product. It's because, see, plastic is a part of our life. You have to agree. It makes our life easier, isn't it? It does, right? But see, because of human nature, human behavior, the government also has to ban the plastic now. You know, we have to even do sessions, this kind of event on the waste management, on the zero waste management. So it's because of human beings, even the climate change that we're facing today, even right now. So the first step that I always say to everybody, to all of you today, is that to save our planet, the first step that we need to take is to change our behavior. So let's change our behavior, should we? Yes? That's the spirit. Let me tell you one story. In June 2022, I went to Taj Mahal. You all must be knowing the iconic monument, right? One of the 7 wonders of the world, the Taj Mahal, the great Taj Mahal. I went there, I visited there, and I was shocked. I was shocked to see the piles of garbage, piles of plastic surrounding this great iconic monument. All the plastic pollution surrounding the Taj Mahal. I was really shocked. And what I did next was I took a placard and I wrote, "Behind the beauty of Taj Mahal is plastic pollution." The picture gone viral in social media, and within 24 hours, within the next day, all the plastic pollution around the Taj Mahal was cleaned the next day. And also the authority was fined rupees 1 lakh. They deserved it, So you see, this proves that our voice matters. Isn't that correct? Our voice matters. And many people come up to me and they say that you are too young. You're too young for your age to do such activism. You should go to your school. You should read the books. You should do your homework. This is what they always say to me in our journey. But I always say to them that age doesn't matter to make a difference. I'm big or small, it doesn't matter. I'm a girl child who strongly believes that every child, every one of you present here today can lead the change. One thing more that I would like to say is that social media, I use it as a very powerful tool. And just like the example of the difference that I've made in Taj Mahal, you can as well. Not just related to environment, but in various range of issues. Just like I do, you can also use social media as a very powerful tool to raise your voice, to raise your concerns about any kind of issue. So you can do that. You can use social media as a very powerful tool. And one thing I would like to add is that all our little things can make a huge difference. Isn't that correct? Yes? My generation, us, is already the victims of today's global climate crisis. And I don't want my future generations to face the same consequences again
because of the inaction and empty false promises. So let's take concrete climate action now. Should we? Should we take the immediate climate action now, change our behavior? Okay, so let's keep up the spirit. I would like to end it here. Thank you so much. Thank you for your inspiring speech, ma'am. കേരളത്തിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന മിഷൻ പ്രോജക്റ്റ് ഡയറക്ടർ ശ്രീമതി ദിവ്യ എസ് അയ്യർ അവർകളെ ഉച്ചകോടിക്കുള്ള ആശംസ അവതരണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സഹൃദയർക്കും നമസ്കാരം. നമ്മുടെ പരിപാടിയുടെ പേര് കേട്ടാൽ നമുക്ക് എന്താണ് തോന്നുക? ശുചിത്വ ഉച്ചകോടി എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്, അല്ലേ? ശുചിത്വ യോഗം എന്നോ അല്ലെങ്കിൽ ശുചിത്വ സമ്മേളനം എന്നോ ശുചിത്വ കൂട്ടായ്മയെന്നോ ഒന്നുമല്ല, അല്ലേ? എന്തുകൊണ്ടാണ് ഇതിനെ ഉച്ചകോടി എന്ന് നമ്മൾ വിളിക്കുന്നത്? സാധാരണ ഉച്ചകോടി എന്നുള്ള പേര് എന്തിനാ ഉണ്ടാവാറുള്ളത്? ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത് UN ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു, അല്ലേ? നമ്മൾ യുനിസെഫും UN ഒക്കെ കേൾക്കുമ്പോഴാണ് ഉച്ചകോടി എന്നുള്ള പേര് കേൾക്കുന്നത്. UN സമ്മിറ്റ് എന്നൊക്കെ കേൾക്കാറുണ്ട്, അല്ലേ? പക്ഷെ നമ്മളിവിടെ കുടുംബശ്രീയുടെ ബാലസഭകളുടെ ഈ ഒരു ഒത്തുചേരലിന് ഉച്ചകോടി എന്നുള്ള പേരാണ് ഇട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഒരു പ്രശ്നത്തിന് അന്തിമ പരിഹാരം എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ടാണ്. മറ്റ് മാർഗങ്ങളൊക്കെ അടഞ്ഞു കഴിയുമ്പോഴാണ് പലപ്പോഴും രാജ്യങ്ങൾ പോലും UN പോകുന്നത്, അല്ലേ? വലിയ യുദ്ധമൊക്കെ നമ്മൾ തീർപ്പാക്കാനായിട്ട് സമരസപ്പെടുത്താനൊക്കെയാണ് UN സമ്മിറ്റിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിലുടനീളം നമ്മൾ അങ്ങോളം ഇങ്ങോളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനുള്ള ഏറ്റവും ഉയർന്ന വേദിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരങ്ങളിലുള്ളത് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഉച്ചകോടി എന്നുള്ള പേര് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആ കരങ്ങളിൽ എത്ര ഭാരിച്ച ചുമതലയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാനും കൂടിയാണ് അത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്ന് എല്ലാവരും കണ്ടു മറന്നു പോകേണ്ടുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ കുമാരി ലിസിപ്രിയ നിങ്ങളോട് പറഞ്ഞു തന്നത്, അല്ലേ? അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് അവിടെ ഇരിക്കുന്ന ശില്പയാണെങ്കിലും കുട്ടികൾക്ക് ശരിക്കും എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ എടുത്തുകാട്ടാണ്. Both of you guests who have come here and joined us are sterling examples of what the youth can do in order to solve the greatest crisis of this century, right? It's not something that is limited to one's own household or one's own ward or village or region or state or the country for that matter. It's something that transcends all boundaries. And that's the reason we have both of you here to inspire our youngsters to take that big plunge into this arena as well. So we wholeheartedly thank you for your presence and your contribution here as well. ഇപ്പം നമ്മുടെ കുട്ടികളിൽ തീർച്ചയായിട്ടും ലോകത്ത് എവിടെ ചെന്നാലും നമ്മുടെ ലോകത്തുള്ള ഏതൊരു മത്സരം നമ്മൾ കണ്ടാലും സ്പെല്ലിംഗ് ബീ കോൺടെസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള ഏത് മത്സരം കണ്ടാലും നമുക്കറിയാം മലയാളികളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റാരെക്കാളും മത്സരിച്ച് മുന്നോട്ട് കയറുവാൻ പ്രാപ്തിയുള്ളവരാണ്, അതിനുള്ള ഊർജമുള്ളവരാണ് എന്ന്, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടായിരുന്നു ഒരു 1.5 വയസ്സായ കുട്ടിക്ക് ഒരു വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടി എന്നുള്ളത്. നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ് അത്
ആ കുഞ്ഞിനെ കൈമാറിയത്. അപ്പം അവരെന്നെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രായം മുതൽ യഥാർത്ഥത്തിൽ മലയാളികൾ, ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷേ ആ പ്രായം മുതലേ യഥാർത്ഥത്തിൽ മലയാളികൾ ഒരു മത്സരക്ഷമത എന്നുള്ളത്, ഒരു വിജയപ്രാപ്തി എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ യഥാർത്ഥത്തിൽ കുത്തിവെക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് മലയാളികൾ പൊതുവെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവജനോത്സവങ്ങളായാലും നമ്മുടെ റിയാലിറ്റി ഷോകളായാലും എല്ലാം അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്നത്, അല്ലേ? എത്ര കൊച്ചു കുട്ടികൾ മുതൽ എത്ര വലിയ കുട്ടികളായാലും അവിശ്വസനീയമായ തരത്തിലുള്ള പ്രകടനങ്ങളാണ് നമ്മൾ ഓരോ മത്സരാർത്ഥിയിൽ നിന്നും കണ്ടുവരുന്നത്. ഈ ഊർജവും ഈ മത്സരക്ഷമതയും ഈ കാര്യപ്രാപ്തിയും അതിനൊപ്പം ഈ സാധനാശക്തിയുമെല്ലാം നമുക്ക് നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് കൂടി കുഞ്ഞുങ്ങളിൽ നിന്നും കാണേണ്ടതുണ്ട്. അത് നിങ്ങളെ അറിയിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും അതിനെ ചുക്കാൻ പിടിക്കുവാനുമുള്ള ഒരു പ്രചോദനം നൽകുവാനുമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ഒരു മത്സരമായിട്ടോ പ്രകടനമായിട്ടോ കാണുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം. മാലിന്യ സംസ്കരണം എന്നുള്ളത് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാവുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് നിങ്ങൾക്കറിയാം. പെട്ടെന്ന് ഇന്ന് രാവിലെ എണീറ്റ് ഞാനിന്ന് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാടാൻ ഒരുങ്ങുന്നു എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ലല്ലോ. അതിന് കുറേ കാലത്തെ സാധന വേണം, പരിശീലനം വേണം, ശരിയായ രീതിയിൽ എങ്ങനെയാണ് ആ കലാരൂപം അവതരിപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ അറിവ് വേണം. ഇതിനൊക്കെ കാലം ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യം വേണം, അല്ലേ? ഇതേ കാര്യങ്ങൾ, ഇതേ ഘടകങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു രംഗത്ത് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഏതിലാ? മാലിന്യ സംസ്കരണത്തിൽ. അതിനാദ്യം വേണ്ടത് എന്താണ്? ജീവിതത്തിലൊരു അച്ചടക്കം വേണം. എന്നും വൈകുന്നേരം 5 മണിക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ അച്ചടക്കം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നൃത്തം പഠിക്കാനാവില്ല, അല്ലേ? കവിത ചൊല്ലണം എന്നുണ്ടെങ്കിൽ കവിത വായിക്കാനുള്ള താല്പര്യമില്ലെങ്കിൽ അതിലൊരിക്കലും ഒരു സമ്മാനം നേടാൻ നമുക്ക് സാധിക്കില്ല, അല്ലേ? അതിനോടൊപ്പം സംഗീതം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെണ്ട കൊട്ടണം എന്നുണ്ടെങ്കിൽ അതിന് സാധന ചെയ്തേ പറ്റൂ, അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ മാലിന്യ സംസ്കരണത്തിനും ആവശ്യമുള്ളത്. ആദ്യം ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, പ്രക്രിയകളിലൊക്കെ നമുക്കൊരു അച്ചടക്കം വേണം. ബസ്സിൽ പോകുമ്പോൾ ഒരു മുട്ടായി കഴിച്ചു എന്നുണ്ടെങ്കിൽ അത് യാതൊരു ബോധവുമില്ലാതെ ജനാലയിൽ കൂടെ അങ്ങ് വലിച്ചെറിയരുത് എന്നുള്ള ഒരു ബോധം. ആ ബോധം നിരന്തരം നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ചു വരുമ്പോഴാണ് അതിനെ നമ്മൾ അച്ചടക്കം എന്ന് പറയുന്നത്, അല്ലേ? അച്ചടക്കം 1 മണിക്കൂറത്തേക്ക് വന്നിട്ട് അടുത്ത മണിക്കൂറത്തേക്ക് ഇല്ലാണ്ടാവുന്നതിനെ അച്ചടക്കം എന്ന് നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്ന സമയത്ത് മാത്രം ശരിയായി പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ പേരല്ല അച്ചടക്കം എന്നുള്ളത്. അപ്പോൾ ആ അച്ചടക്കം നമ്മുടെ ഉള്ളിൽ വളരെ ഒരു നൈതികതയോടുകൂടി തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. രണ്ടാമത് ഞാൻ എന്താണ് പറഞ്ഞത്? അച്ചടക്കം കഴിഞ്ഞിട്ട് നമുക്ക് അഭ്യസിക്കാനുള്ള ഒരു താല്പര്യം വേണം, അല്ലേ? എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആ താല്പര്യം സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകും. അപ്പം അതിന് ആ താല്പര്യം ജനിക്കുവാനായിട്ട് നമുക്ക് ശരിയായിട്ടുള്ള അറിവ് ആവശ്യമാണ്. ആ അറിവ് നമ്മൾ ഉള്ളിലേന്തുമ്പോൾ നമുക്ക് ആ വിഷയം ചെയ്യുന്നത് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക്കിനെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കുന്ന നമ്മളെയാണ് ശരിക്കും പഴി ചാരേണ്ടുന്നത്. ആണവശക്തി ഉണ്ടാക്കുമ്പോൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ കിട്ടുന്നു, അതിനെ എന്തിനാണ് നാം ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ഗുണവും ദോഷവും നിർവചിക്കപ്പെടുന്നത്, അല്ലേ? ന്യൂക്ലിയർ എനർജി വെച്ച് നമുക്ക് കറണ്ടും ഉണ്ടാക്കാം, അല്ലേ? ഊർജവും നിർമ്മിക്കാം. നമുക്ക് വേണ്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ, വൈദ്യുതിയുടെ ഒരു വലിയ ഭാഗം നമുക്ക് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ എനർജിയിൽ നിന്നും, ആണവശക്തിയിൽ നിന്നും ഉണ്ടാക്കാനും സാധിക്കും. അതേ ആണവശക്തി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിനെ അട്ടിമറിക്കുവാനുള്ള
വിനാശകരമായിട്ടുള്ള ബോംബുകളും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ശാസ്ത്രമോ വസ്തുവോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ പ്രധാനം, അതുപയോഗിക്കുന്ന ആളിൻ്റെ ഒരു യുക്തി എന്നുള്ളതും ലക്ഷ്യം എന്നുള്ളതുമാണ് പ്രധാനം. അതാണ് മാലിന്യ സംസ്കരണത്തിലും നമ്മൾ കൈവരിക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മൾ ഓരോ വസ്തുവിനെയും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫലപ്രാപ്തിയായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ പാലിച്ചു വരുന്ന ആ അച്ചടക്കത്തിൻ്റെ ഒരു പാത എന്നുള്ളത്. മൂന്നാമത് ഞാൻ പറഞ്ഞത് സാധനാശക്തിയെക്കുറിച്ചാണ്. അതെന്തിനാണ് മാലിന്യ സംസ്കരണത്തിൽ എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഈ ഭൂമിയിൽ ഇത്തരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്തുണ്ടാവും? മാലിന്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതൊരിക്കലും തീരാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് പോലെയോ ഒരു സ്കൂൾ നിർമ്മിക്കുന്നത് പോലെയോ ഒന്നുമല്ല മാലിന്യ സംസ്കരണ യജ്ഞം എന്നുള്ളത്. ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ വളരെ കുറച്ച് ശ്രദ്ധ മാത്രം ഒരുപക്ഷെ നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ മാലിന്യ സംസ്കരണം എന്നുള്ളത് ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയല്ല, മറിച്ച് നിരന്തരം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാലിന്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. മാലിന്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം മാലിന്യ സംസ്കരണത്തിനായിട്ടുള്ള നിരന്തര പ്രയത്നവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിനാണ് ആ സാധനാശക്തി വേണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പരസ്പരം നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം കുട്ടികൾ തമ്മിൽ, ബാലശ്രീകൾ, ബാലസഭകൾ തമ്മിൽ, വിദ്യാലയങ്ങൾ തമ്മിൽ, കലാലയങ്ങൾ തമ്മിലൊക്കെ മാലിന്യ സംസ്കരണ മേഖലയിലും ഉണ്ടാകണം എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് ഞാനിന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ സ്കൂൾ നിങ്ങളുടെ സ്കൂളിനേക്കാളും വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ള ഒരു ഊർജത്തോടു കൂടി, ആരോഗ്യകരമായിട്ടുള്ള മത്സരക്ഷമതയോടുകൂടി നിങ്ങളെല്ലാവരും തിരിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്കും നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഒക്കെ തിരിച്ചു പോവുക. അവിടെ മാലിന്യ സംസ്കരണത്തിൻ്റെ, ശുചിത്വത്തിൻ്റെ വക്താക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തുടർന്നും വളരുവാൻ സാധിക്കട്ടെ. ഈ ലോക നന്മയ്ക്കായി അനവധി സംഭാവന നൽകുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. Thank you so much, ma'am. Now it's time for us to show the love of Kerala to the young environmentalists who are here with us today. I kindly request Divya ma'am to hand over the token of appreciation to the young environmentalists, Miss Lissy Priya Kangjom. Miss Lissy Priya Kangjom, please accept our love of Kerala. I also request Ms. Rithima Pandey, the young environmentalist from Uttarakhand, to accept our token of appreciation. Divya ma'am, please. Thank you so much. We have with us Head of Program Implementation Unit of Save the Children, also known as Bal Raksha Bharat, Sri Chandrasekhar N.M. I request you to felicitate the event. Respected dignitaries on the dais, first of all, I would like to congratulate Kudumbashri for organizing such a wonderful initiative. I think this is the need of the hour. So, Bal Raksha Bharat Save the Children is a 104 years old organization working in India for the last 17 years, focusing more on child care and child rights related activities in India. In fact, this organization started
almost during the First World War, like 1919, when most of the children got affected due to World War. So to support the children, this organization has begun its services, and it is founded by a lady called Eglantine Jebb. I think Bal Raksha Bharat, you all must be knowing as a Save the Children. We are currently working in 16 states in India, mainly with the education department as well as WCD department. So we have many interventions which are mainly focusing on environmental related issues, waste management, and also like how these things can be initiated from the ground level. I think for the last 10 years, we are associated with Kudumbashree for many initiatives. And I would like to thank once again Kudumbashree for making Bal Raksha Bharat also as one of the family member of Kudumbashree for taking up lots of initiatives in Kerala. So, in fact, I just wanted to share an example. Like in Bangalore city, you all must be knowing how much waste generates every day. I think it is too late for Bangalore cities to initiate these things, because every day, like lots of waste has been generated, and many the people who migrate from different parts of India, they are supporting for clearing all these things. I definitely appreciate the Kudumbashree for initiating such a wonderful activity to bring some kind of a sustainable behavior among the children, to practice, adopt some good practices within ourselves as well as among our community. I think that is very much needed in this particular situation. Otherwise, definitely we are going to face lots of issues in future. Once again, congratulations to Kudumbashree, and definitely we are going to be part of any initiatives taken up by Kudumbashree, and we will be part of that initiative. Once again, congratulations, and thank you so much for giving us this opportunity. Thank you. Thank you so much, sir. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി PLS ബയോടെക് CEO ശ്രീ മോഹൻ കുമാർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ, മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് മോഹൻ കുമാർ എന്നാണ്. നാട്ടിലെവിടെ കൊല്ലമാണ്, പക്ഷേ ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡാണ്. PLS ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഡിവൈസസും എക്യുപ്മെൻറ്റ്സും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ ഉച്ചകോടിയിൽ, ശുചിത്വ ഉച്ചകോടിയിൽ ഇതിലെന്താണ് പ്രസക്തി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ കമ്പനിയുടെ CSR ഫണ്ടിൻ്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷമായി പാലക്കാടുള്ള നാഥൻ ഫൗണ്ടേഷനുമായി ചേർന്ന് സഹകരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മെഡിക്കൽ ഉപകരണങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം അത് വന്ന് ഇവിടെ ഈ ഒരു കുടുംബശ്രീയിലേക്ക് നൽകുവാനാണ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എൻ്റോടൊപ്പം തന്നെ നാദം ഫൗണ്ടേഷൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് മേനോനുമുണ്ട്. കുറച്ച് മുമ്പ് നമ്മുടെ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു. 30 ലക്ഷം രൂപയുടെ നെബുലൈസേഴ്സ്, BP മീറ്റേഴ്സ്, ഗ്ലൂക്കോമീറ്റേഴ്സ് തുടങ്ങിയ ഉപകരണങ്ങൾ ഞങ്ങൾ ഇന്ന് കുടുംബശ്രീക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞതിലും ഞങ്ങളുടെ കമ്പനിക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ഭാവിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ തീർച്ചയായും ശ്രമിക്കുവാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിന് നാദം ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ ഗിരീഷ് മേനോൻ അവരെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പൊളിറ്റിക്കൽ ഫ്രീഡം എന്നാണ്. ശുചിത്വം എന്നത് സ്വാതന്ത്ര്യത്തിനെക്കാട്ടിലും പ്രാധാന്യമുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ കുടുംബശ്രീക്കും ഈ ബാലസഭ എന്ന പദ്ധതി തുടക്കമിട്ട ഇതിൻ്റെ ഭാരവാഹികൾക്കും ആദ്യമായി ആശംസ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ വളരെ രസകരമായിട്ടുള്ള കുറേ പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി. ബഹുമാന്യരായ മന്ത്രി, MLA, ബഹുമാനായ MLA സൂചിപ്പിച്ച ഒരു കാര്യം, ജപ്പാനിലെ ഫുട്ബോൾ കളിക്കിടയിലുള്ള സംഭവം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്നെയും ഏറ്റവും അധികം ആകർഷിച്ച ഒരു സംഭവമാണത്. കാരണം കളി കഴിഞ്ഞ ഉടനെ കാണികളെല്ലാം സ്റ്റേഡിയം വൃത്തിയാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അത്തരം ഒരു ശുചിത്വ ബോധം വളർത്താനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാകട്ടെ ഈ കുടുംബശ്രീ. എത്രയും ബഹുമാനിയായ ശ്രീമതി ദിവ്യ അയ്യർ IAS സൂചിപ്പിച്ച പോലെ നമ്മളെങ്ങനെയാണോ ഒരു വസ്തു കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി. ഇവിടെ എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു കാര്യം കുമാരി ലിസിപ്രിയ. ആൻഡ് ഐ എം റിയലി proud to hear your great words, because Nadam Foundation is an NGO which is accredited with United Nations Framework Convention on Climate Change, and we have deputed some delegates also, and we are very interested to cooperate with Discipliya also. എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗ്രറ്റ തേൻബർഗ് ആണ് ഡിസിപ്രിയ എന്ന് എനിക്ക് മനസ്സിലായി. ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന മഹത്തായ പ്രസ്ഥാനം തുടങ്ങിയ ഒരു കൗമാരക്കാരി ഗ്രറ്റ തേൻബർഗ് എന്ന ഒരു കുട്ടി ലോകത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെട്ട് അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലും വിറപ്പിക്കുന്ന ഒരു നോട്ടം പാരിസ്ഥിതിക വിഷയത്തിലുണ്ടായത് പത്രമാധ്യമങ്ങൾ വളരെ ഗംഭീരമായി ചർച്ച ചെയ്തൊരു കാര്യമാണ്. എന്തായാലും ഈ ബാലസഭയിലൂടെ ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കട്ടെ. നാദം ഫൗണ്ടേഷൻ എന്നുള്ള സംഘടന അതിന് ധാരാളം സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇതിനു മുമ്പ് പ്രസംഗിച്ച ശ്രീ മോഹൻകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പീർലെസ് ബയോടെക് കമ്പനി എന്ന ചെന്നൈ ആസ്ഥാനമായ കമ്പനിയുടെ CSR ഫണ്ടാണ് നാദം ഫൗണ്ടേഷന് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ആരോഗ്യരംഗത്ത് അത് നൽകുവാൻ സാധിച്ചത് കുടുംബശ്രീക്കാണ്. തുടർന്നും കുടുംബശ്രീക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാദം ഫൗണ്ടേഷൻ്റെയും പീർലെസ് ബയോടെക് കമ്പനിയുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. സുസ്ഥിര വികസനം എന്നുള്ള യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതിലുള്ള SDG നമ്പർ 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ളതും, പിന്നെ കുടുംബശ്രീ ചെയ്യുന്ന ജെൻഡർ ഇക്വാലിറ്റി SDG നമ്പർ 5, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ടുള്ള SDG നമ്പർ 13, ഇതെല്ലാം സാധ്യമാകട്ടെ. നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതിനുള്ള ഉത്സാഹം വളർത്തിയെടുക്കട്ടെ. ശോഭനമായി, പ്രകൃതിക്ക് അതിർത്തികളില്ല. നമ്മുടെ കേരളം മാലിന്യമുക്തമായി എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല, ലോകമാണ് മാലിന്യമുക്തമായത്. കാരണം ഈ കേരളവും ഇന്ത്യയും എല്ലാം നമ്മൾ ഉണ്ടാക്കിയ അതിർത്തികളാണ്. അപ്പോൾ ലോകത്തിനെ നന്നാക്കാൻ പഠിപ്പിച്ചതാണ് ഈ കൊറോണ എന്ന മഹാമാരി. കൊറോണ വന്നപ്പോൾ ലോകം വളരെ മനോഹരമായി എന്നുള്ളതാണ് സത്യം. ഇവിടെ ഡൽഹിയിലെ വായു നന്നായി മാറി, നീല ആകാശം കാണാനുള്ള ഒരു അവസരം നമ്മൾക്ക് കൈവന്നു. അങ്ങനെ പ്രകൃതി പഠിപ്പിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രകൃതിയെ മനോഹരമാക്കാൻ ബഹുമാനപ്പെട്ട ദിവ്യ എസ് അയ്യർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. ഒരു സുന്ദരമായ ലോകം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി കുടുംബശ്രീ ബാലസഭാ പ്രവർത്തനങ്ങൾക്കൊപ്പം മികച്ച പിന്തുണ നൽകി വരുന്ന ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ സീനിയർ മാനേജർ ശ്രീ റിനു വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ ഒരു NGO ആണ്. ഞങ്ങൾ 8 വർഷമായിട്ട് ബാലരക്ഷാഭാരതി, സേവ് ദി ചിൽഡ്രനെയും കുടുംബശ്രീയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ 8 വർഷം മാത്രമായ വളരെ ചെറിയൊരു ഓർഗനൈസേഷനാണ് ഞങ്ങളുടേത്. പക്ഷേ ഈ രാജ്യത്തെ 13ഓളം സ്റ്റേറ്റുകളിൽ വിദ്യാഭ്യാസ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓൺട്രപ്രണോറിയൽ മൈൻഡ് സെറ്റ് പ്രോഗ്രാംസുകൾ നടത്തുന്ന
ഒരു ഏജൻസിയാണ് ഞങ്ങളുടേത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു വാക്കാണ് ശുചിത്വോത്സവം എന്നുള്ളത്. ഞങ്ങളെയൊക്കെ വളരെയധികം എൻകറേജ് ചെയ്ത ഒരു ക്യാമ്പയിനും കൂടിയാണ് ശുചിത്വോത്സവം. കാരണം ഇവിടെ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി എന്നതിനപ്പുറം ഞാനിതിനെ കാണുന്നത് ചേഞ്ച് മേക്കേഴ്സിൻ്റെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി എന്നുള്ളതാണ്. കാരണം ഇവർ പഠിക്കുകയും കണ്ടെത്തുകയും ചെയ്ത പ്രശ്നങ്ങൾ ആ ലോക്കലൈസ്ഡ് ഇക്കോണമിയിലോ ആ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ മാത്രം പ്രശ്നങ്ങളല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാവുന്ന സൊല്യൂഷൻസാണ് ഈ കുട്ടികൾ കണ്ടെത്തിയിരിക്കുന്നത്. ധാരാളം കുട്ടികൾ നമ്മളിന്ന് ഈ വേദിയിൽ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഈ ഏജ് എന്നുള്ളതല്ല, ഇവർ ഉണ്ടാക്കുന്ന റിയൽ വേൾഡ് ഇമ്പാക്റ്റാണ് നമ്മളെ ഈ ഇവൻറ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടുന്ന പാഠം എന്നുള്ളത്. ഇവിടെ ഡൽഹിയിൽ നിന്ന് കരൺ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ട്. 19 വയസ്സേ പ്രായമുള്ളൂ. 2 വർഷം മുമ്പ് അദ്ദേഹം തുടങ്ങിയ ഓർഗനൈസേഷൻ 200 ടൺ വേസ്റ്റാണ് ഇതുവരെ റീസൈക്കിൾ ചെയ്തിരിക്കുന്നത്. 2 കൊല്ലം കൊണ്ട് 200 ടൺ വേസ്റ്റ്. നമ്മുടെ കാർബൺ ഫുട് പ്രിൻറ്റിൽ 1500 മെട്രിക് ടണ്ണിൻ്റെ കുറവാണ് ഈ 19 വയസ്സുകാരൻ നടത്തിയിരിക്കുന്നത്. വളരെ ചെറിയ പ്രായം, വളരെ വലിയ ഇമ്പാക്റ്റ്. അതേ കാര്യമാണ് കുടുംബശ്രീയും ഇവിടെ ചെയ്യുന്നത്. ഇന്ന് 80-ലധികം പ്രബന്ധങ്ങൾ, ആ പ്രബന്ധങ്ങൾ നാളെ 80-ലധികം പ്രൊജക്റ്റുകളായി മാറിക്കൊണ്ട് വളരെ വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. അതുകൊണ്ട് ആ വലിയ മാറ്റത്തിലേക്കുള്ള ഒരു കുഞ്ഞു ചുവടുവെപ്പ് നടത്തുന്ന ഈ കുഞ്ഞു മക്കൾക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഉച്ചകോടി രൂപരേഖ അവതരണം നടത്തുന്നതിനായി വിദഗ്ധനായ ഡോക്ടർ CP വിനോദ് സാറിനെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ഞാൻ രൂപരേഖ എന്ന് പറഞ്ഞ വലിയൊരു പ്രബന്ധമോ ഒന്നും പറയുന്നില്ല. വളരെ ചുരുക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് എന്താണ് കാര്യമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പറയാം. ഇവിടെ ഇപ്പോഴിങ്ങനെയൊരു ഉച്ചകോടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഉച്ചകോടി മാത്രമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു 1.5 വർഷമായി മാലിന്യമുക്തമായ ഒരു നവകേരളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും അതിൽ മുഴുകിയിരിക്കുന്നവരാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴൊരു ശുചിത്വത്തിനൊരു മന്ത്രി, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മന്ത്രി ഇല്ലെങ്കിലും ഇപ്പോഴും ഉണ്ട്. അപ്പം ശ്രീ MP രാജേഷ് നമ്മുടെ മിനിസ്റ്ററാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ശുചിത്വത്തിനു വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ക്യാമ്പയിനായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ മാലിന്യമുക്തം നവകേരളം എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് കുട്ടികൾ ഇതിൻ്റെ ഒരു പ്രധാന ഈ കാര്യം നാട്ടിൽ നടപ്പാക്കുന്നതിന്, കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രധാന ജോലി ചെയ്യേണ്ടുന്നല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കേണ്ടുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ കുട്ടികൾ വഹിക്കണം എന്നുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ എടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളോട് നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയും. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മളെല്ലാം മുതിർന്നവരാണ്, നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട എന്ന്. സാധാരണ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ പോകും, വീട്ടിലോട്ട് ചോദിക്കും, പറയും നീ വലിയ ന്യായമൊന്നും പറയണ്ടെന്ന് പറയും. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവം നിങ്ങളുടെ രക്ഷിതാക്കളെടുത്ത്, നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെടുത്ത് വളരെ കൃത്യമായി നമ്മുടെ ചുറ്റുപാടുകൾ മലിനമാക്കരുത് എന്നുള്ള കാര്യം വളരെ ശക്തമായി പറയാനുള്ള ഒരു അധികാരം കുട്ടികൾക്ക് ലഭിക്കും ഇത്തരം ഒരു പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ. അപ്പോൾ ആ ഒരു അവസരം വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അയൽക്കൂട്ടം എന്ന് പറയുന്നത്, നമ്മുടെ ബാലസഭകൾ പ്രവർത്തിക്കുന്നത് അയൽക്കൂട്ടത്തിലാണ്. അപ്പോൾ ഈ അയൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു സങ്കല്പം കേരളത്തിൽ നിങ്ങളതിൻ്റെ ഒരു ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അയൽക്കൂട്ടം അങ്ങനെ ഉണ്ടായി വന്നതല്ല, അത് നമ്മൾ അയൽക്കൂട്ടം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത്തരം അയൽക്കൂട്ടങ്ങൾ വളരെ ശുചിത്വമുള്ളത്, മാലിന്യമുക്തമായത്, അത്തരത്തിലുള്ള ഒന്നാക്കി തീർക്കുന്നതിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമായാണ് നമ്മൾ ഈ ഉച്ചകോടിയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്.
അപ്പോൾ ശുചിത്വോത്സവം എന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായി അത് നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരുപാട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ 80ഓളം പ്രബന്ധങ്ങൾ നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നു. അത് നമ്മൾ അയൽക്കൂട്ടം അല്ലെങ്കിൽ നമ്മുടെ അയൽക്കൂട്ടം എന്ന് പറയുന്ന ഒരിടം, അല്ല നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്ന ഒരിടം, അത് മണ്ണാണ്, വെള്ളമാണ്, വായുവാണ്. ഇതിനെ മലിനപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഭൂമിയെ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നതിൽ ഇത് വളരെ വലിയ ഒരു പ്രവർത്തനമാണ്. നമ്മളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ജീവിച്ചു, ഇനിയിപ്പോൾ ഇതെന്തായാലും എന്താ എന്നുള്ള ഒരു ബോധം നമ്മുടെ മുതിർന്ന ആളുകൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങളത് വളരെ ഗൗരവത്തിലെടുത്ത് ഈ വിഷയത്തിൽ പഠനങ്ങൾ നടത്തി ആ പഠനങ്ങൾ ഇന്നിപ്പോൾ വ്യത്യസ്തമായ സെഷനുകളായി നിങ്ങളുടെ അവതരണങ്ങൾ നടത്തുന്നു. അപ്പോൾ അത് കൃഷി ആയാലും ടൂറിസം കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയാലും അത് അജൈവ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ആയാലും പ്ലാസ്റ്റിക്കുകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ആയാലും ഒക്കെ നിങ്ങൾ ഇന്ന് വിവിധ സെഷനുകളായിട്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. അതിൽ ആ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളിൽ അഭിപ്രായങ്ങൾ പറയും, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്തും. അതിൻ്റെ തുടർന്ന് അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു മാർക്കിടൽ അതിനുണ്ടാവും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രബന്ധം അവതരിപ്പിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് സമ്മാനങ്ങൾ ലഭിക്കും. പിന്നെയും നിങ്ങൾ തിരിച്ച് അയൽക്കൂട്ടങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ഈ പ്രവർത്തനം ഒരു ഉച്ചകോടിയോടുകൂടി അവസാനിക്കുന്നതല്ല, മറിച്ച് ഈ ഉച്ചകോടിയുടെ തുടർച്ചയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മറ്റ് ലിസി ആയാലും ഋതികയായാലും ഒക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരാണ് അവർ. അപ്പോൾ അവരടക്കം പറഞ്ഞിരിക്കുന്ന അവരൊരു ആഗോള തലത്തിലേക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് ഈ ഉച്ചകോടിയിൽ നിന്നും കിട്ടുന്ന ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചും നമ്മുടെ അയൽക്കൂട്ടങ്ങളിലേക്ക് പോവുകയും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ വളരെ ശക്തമായി തുടർ പ്രവർത്തനമായി കൊണ്ടുപോകുന്നതിനും ആ അയൽക്കൂട്ടങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ നെയ്ബർഹുഡ്സ് എന്ന് പറയുന്നത് മാലിന്യമുക്തമാക്കുന്നതിലൂടെ കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് സർക്കാരിൻ്റെ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കൂടെ വളരെ ശക്തമായ ഒരു പങ്ക് നിങ്ങൾ നിർവഹിക്കും. കേരളത്തെ തുടർന്നും മാലിന്യമുക്തമാക്കുന്നതിൽ നിലനിർത്തുന്നതിൽ നിങ്ങളൊരു പുതിയ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുന്നു. ആ യാത്ര ഭാവി കേരളം മാലിന്യമുക്തമാക്കി നിലനിർത്തുന്നതിന് നിങ്ങൾ നടത്തുന്ന വളരെ വലിയൊരു പ്രവർത്തനമായിരിക്കും. അതിൽ ഓരോരുത്തരും നിങ്ങളുടേതായ പങ്ക് വഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ പങ്ക് വഹിക്കുന്നു. സർക്കാർ ആകെ തന്നെ സർക്കാരിൻ്റെ തലത്തിലുള്ള പങ്ക് വഹിക്കുന്നു. പഞ്ചായത്തുണ്ട്, നിങ്ങൾക്കവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടാവും, മെമ്പർ ഉണ്ടാവും, അവരൊക്കെ അവരുടേതായ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ ഉച്ചകോടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതിൽ വളരെ സജീവമായി പങ്കെടുക്കുക, ഇതിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ ചർച്ചകളും ഒക്കെ പങ്കെടുക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. തുടർച്ചയായി ഈ കാര്യത്തിൻ്റെ ചാമ്പ്യന്മാരായി കേരളത്തിലെ നവകേരളക്ക് ഇത് നയിക്കാൻ കഴിയട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിങ്ങളോട് ഏതെങ്കിലും ഇടയിൽ അദ്ദേഹം ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇനി ഈ വേദി നിങ്ങളുടേതാണ്. താങ്ക് യു സോ മച്ച് സർ. ഉദ്ഘാടന ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി കുടുംബശ്രീ ബാലസഭാ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വികസന ഇടപെടലുകൾക്കും ചുക്കാൻ പിടിക്കുന്ന ഈ ഉച്ചകോടിയുടെ ആസൂത്രകൻ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് കുടുംബശ്രീയുടെ മിഷൻ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നവകേരളമാണ്. നവകേരളം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ തുല്യതയിൽ അധിഷ്ഠിതമായ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കേരളം പടുത്തുയർത്തുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശുചിത്വപൂർണമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ശുചിത്വപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ വർഷം ആദ്യം മുതൽ ശുചിത്വോത്സവം എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. ഈ ശുചിത്വോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ, കുടുംബശ്രീ ബാലസഭയിലെ അംഗങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ കുട്ടികൾ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, നിരവധി കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ നടത്തിയിട്ടുള്ള ഈ കണ്ടെത്തലുകളുടെ ഭാഗമായി അവർ തയ്യാറാക്കിയിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളാണ് കേരളത്തിൻ്റെ 14 ജില്ലകളിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സെമിനാറുകളിലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും മികച്ച പ്രബന്ധങ്ങളാണ് നമ്മൾ ഈ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഒരു കാര്യം ഉറപ്പാണ്. ഈ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിലെ കുട്ടികളും മറ്റ് സംസ്ഥാനത്തിലെ കുട്ടികളും ചേർന്നുകൊണ്ട് നാളെ ഇവിടെ നടത്തുന്ന തിരുവനന്തപുരം പ്രഖ്യാപനം, ദ ട്രിവാൻഡ്രം ഡിക്ലറേഷൻ, ലോകത്തിൻ്റെ ശുചിത്വ ബോധവൽക്കരണ മേഖലയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം, ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് VK പ്രശാന്താണ്. അദ്ദേഹത്തിന് കുടുംബശ്രീ കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിയുടെ സംഘാടക സമിതിയുടെ പേരിലും കുടുംബശ്രീ മിഷൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് കുട്ടികളുടെ മന്ത്രിയായ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന് കുടുംബശ്രീ മിഷൻ്റെയും അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയത്, നമുക്കൊക്കെ ആവേശം പകർന്നത് മണിപ്പൂരിൽ നിന്നുള്ള ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കുമാരി ലിസിപ്രിയ കാഞ്ചുമാണ്. സോ ലെറ്റ് മീ എക്സ്പ്രസ് മൈ സിൻസിയർ താങ്ക്സ് ടു ശ്രീമതി ലിസിപ്രിയ കാഞ്ചും ഫോർ എക്സ്പ്രസിംഗ് ദ കീനോട്ട് അഡ്രസ് ഇൻ ദിസ് ഫംഗ്ഷൻ. ബഹുമാനപ്പെട്ട MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ പങ്കെടുക്കുകയും നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയ പ്രബന്ധ സമാഹാരം പ്രകാശനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് കുടുംബശ്രീ മിഷൻ്റെയും ശുചിത്വ ഉച്ചകോടിയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, അതുപോലെ KSWMBയുടെ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ദിവ്യ S അയ്യർ, അതോടൊപ്പം ഈ പ്രവർത്തന മാർഗരേഖ അവതരിപ്പിച്ച ഡോക്ടർ CP വിനോദ്, അതേപോലെ CEO ഡയറക്ടർ ഓഫ് PLS ബയോടെക്കിൻ്റെ ശ്രീ മോഹൻകുമാർ, നാദം ഫൗണ്ടേഷൻ്റെ ശ്രീ ഗിരീഷ് മേനോൻ, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷനിൽ നിന്നുള്ള ശ്രീ റിനു വർഗീസ്, പരിസ്ഥിതി പ്രവർത്തകയായ ശ്രീമതി റിധിമ പാണ്ഡെ, കുടുംബശ്രീയുടെ തിരുവനന്തപുരം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ രമേശ്, CDS ചെയർപേഴ്സൺ ശ്രീമതി വിനീത C, അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ H ദിനേശൻ IAS, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും കുടുംബശ്രീ മിഷൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഇവിടെ പ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും, അവരോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള റിസോഴ്സ് ടീം അംഗങ്ങൾ, അവരുടെ അധ്യാപകർ, അതേപോലെ തന്നെ കുടുംബശ്രീയുടെ മിഷൻ പ്രവർത്തകർ, സംസ്ഥാന മിഷൻ്റെയും ജില്ലാ മിഷനിലെയും പ്രോഗ്രാം മാനേജർമാർ, ജീവനക്കാർ, അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരും, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും കുടുംബശ്രീ മിഷൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഉദ്ഘാടന ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. ഉടൻ തന്നെ ഈ വേദിയിൽ കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടിയുടെ ആദ്യ പ്ലീനറി സെഷൻ ആരംഭിക്കുന്നതാണ്. കുട്ടികൾ നയിക്കുന്ന, കുട്ടികൾ നിയന്ത്രിക്കുന്ന ഉച്ചകോടിയിലെ പ്രബന്ധ അവതരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാവരും ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.